നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ഗായകൻ പത്മവിഭൂഷൺ ശ്രീ KJ യേശുദാസിനെ കുറിച്ചിട്ടാണ്. നിരവധി തവണ അദ്ദേഹത്തിൻ്റെ കച്ചേരി ഗാനമേളകളും കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നേരിൽ കണ്ടിട്ടുണ്ട്. തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ച് പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവുമായി സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ഗാന്ധാരി അമ്മൻകോവിലിൽ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി ഉണ്ടായിരുന്നു. അന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഒരുപാട് സമയങ്ങളൊന്നുമില്ല, എങ്കിലും ഒരു 6-7 മിനിറ്റ് സംസാരിച്ചു. ആ സംസാരത്തെക്കുറിച്ചെല്ലാം ഞാൻ എൻ്റെ എപ്പിസോഡിൽ വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 10,000-കണക്കിന് ഗാനങ്ങൾ എൻ്റെ നിഗമനത്തിൽ, എൻ്റെ തോന്നലുകളിൽ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂഢമായി, ആദിയിൽ വചനമുണ്ടായി. ആ ഗാനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും അർത്ഥവത്തായതും. നമ്മുടെ വയലാർ രാമവർമ്മയുടെ ഏറ്റവും മികച്ച സൃഷ്ടിയും അദ്ദേഹം ചേട്ടത്തി എന്ന പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം പാടി അഭിനയിച്ചതുമായ ഒരു ഗാനമാണത്. അത്ര ശ്രേഷ്ഠമാണ്. മലയാള പാട്ടുകളെയും തമിഴ് പാട്ടുകളെക്കാട്ടിലും എൻ്റെ ഇഷ്ടമാണ്, എന്നെ ആരും ചീത്ത പറയണ്ട, അദ്ദേഹം പാടിയ ഹിന്ദി ഗാനങ്ങളാണ് കൂടുതൽ ആസ്വാദ്യകരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതുമായ ആ നിമിഷങ്ങളെക്കുറിച്ചും എൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. കാണുമല്ലോ. നന്ദി.